ഗ്രാവിറ്റി കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടൺ, ടെലിവിഷൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ, ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ. എന്നാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഈ സേഫ്റ്റി പിൻ കണ്ടുപിടിച്ചത് ആരെന്നറിയാവോ? ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഈ ചാനലിൽ നിങ്ങൾക്ക് ഇൻവെൻഷൻസും ഡിസ്കവറീസും കുറിച്ച് പുതിയ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്നാൽ നമുക്ക് മാറ്ററിലോട്ട് വരാം. സേഫ്റ്റി പിൻ കണ്ടുപിടിച്ചത് വാൾട്ടർ ഹണ്ട് എന്ന് പറഞ്ഞ ഒരു മെക്കാനിക്കാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ താമസിച്ചുകൊണ്ടിരുന്ന വാൾട്ടർ ഹണ്ട്, ഒരു സാധാരണക്കാരൻ. 1849 ഇത് കണ്ടുപിടിച്ചത്. എന്തുകൊണ്ട് പുള്ളി ഫേമസ് ആയില്ല? ഈ സേഫ്റ്റി പിന്ന് മാത്രമല്ല പുള്ളി കണ്ടുപിടിച്ചത്. സോയിങ് മെഷീൻ, പിന്നെ ഫൗണ്ടൻ പെന്നിൻ്റെ പഴയ ഡിസൈൻസ്, ആദ്യത്തെ ഡിസൈൻസ് എല്ലാം കണ്ടുപിടിച്ചത് അദ്ദേഹമായിരുന്നു. എന്നാൽ അദ്ദേഹം ജീവിതം മൊത്തം കടത്തിലായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കണ്ടുപിടിച്ച പല ഇൻവെൻഷൻസും അദ്ദേഹം പേറ്റൻറ്റിന് അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മളൊരു സാധനം കണ്ടുപിടിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു മെക്കാനിക്കൽ സാധനം കണ്ടുപിടിക്കുകയാണെങ്കിൽ പേറ്റൻറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ ഒരു കമ്പനിയെ ഓത്തറൈസ് ചെയ്ത് അവർക്കിത് മാനുഫാക്ചർ ചെയ്യാനുള്ള അധികാരം കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. മാത്രമല്ല, അവരുണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് നമുക്ക് റോയൽറ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും പേറ്റൻറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ പേറ്റൻറ്റിന് അപ്ലൈ ചെയ്യാൻ അതൊരു പ്രോസസ്സാണ്. നമ്മൾ കണ്ടുപിടിച്ച ഒരു സാധനത്തിന് ഒരു ഡ്രാഫ്റ്റ്സ്മാനെ വിളിച്ച് അത് ഡീറ്റെയിൽഡായിട്ട് വരപ്പിക്കണം. ഈ ഡിസൈൻസ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. അതിന് തന്നെ ഒരു ചിലവാകും. അതുകൊണ്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങളിൽ പേറ്റൻറ്റിന് വാൾട്ടർ ഹണ്ട് അപ്ലൈ ചെയ്യാത്തത്. അങ്ങനെ എന്തോ ഒരു കാര്യം അദ്ദേഹം കണ്ടുപിടിച്ചതിന് പേറ്റൻറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ഡ്രാഫ്റ്റ്സ്മാനെ വിളിച്ചിരുന്നു. ആ ഡ്രാഫ്റ്റ്സ്മാൻ കുറേ ഡ്രോയിങ്സൊക്കെ വരച്ചു, എല്ലാം കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിന് $15 ആയിരുന്നു അതിൻ്റെ ഫീസ്. $15 കൊടുക്കാനായിട്ട് വാൾട്ടർ ഹണ്ടിൻ്റെ കയ്യിൽ കാശില്ല. അദ്ദേഹം വിചാരിച്ചു, എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിച്ചേ പറ്റൂ, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് വിചാരിക്കുമ്പോൾ വെറുതെ ഒരു ബ്രാസ് കൊണ്ടുള്ള ഒരു വയർ വെച്ച് അദ്ദേഹം വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആ വയറിനെ അദ്ദേഹം വളച്ച് നോക്കിയപ്പോഴാണ് അയാൾക്കൊരു കാര്യം മനസ്സിലായത്. ബ്രാസ് വയർ, നമ്മൾ ഇന്നത്തെ സേഫ്റ്റി പിന്നുകളെല്ലാം സ്റ്റീലിലാണ്. ബ്രാസ് വയർ ഇങ്ങനെ വെച്ച് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് നടുക്ക് വെച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്പ്രിങ് ആക്ഷൻ കിട്ടും. അതിലറ്റം ഷാർപ്പ് ആക്കി കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് വയറിൻ്റെ മറ്റേ സൈഡിൽ ഒരു ചെറിയ കൊളുത്ത് പോലെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത സമയത്ത് ഇത് നമുക്ക് സേഫായിട്ട് വയ്ക്കാം. അങ്ങനെയാണ് ഇതിനെ സേഫ്റ്റി പിൻ എന്ന് പറയുന്നത്. സാധാരണ ഷാർപ്പ് ഓബ്ജക്ട്സ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും എവിടെയെങ്കിലും കുത്തു കിട്ടും. പക്ഷേ ഇത് നമുക്ക് ഉപയോഗിക്കാത്ത സമയം ഇങ്ങനെ എടുത്ത് വയ്ക്കാം. ഇതൊരു വലിയ കണ്ടുപിടുത്തമായിരുന്നു. പക്ഷേ വാൾട്ടർ ഹണ്ടിന് തന്നെ അറിയത്തില്ലായിരുന്നു ഇത് അത്രയും വലിയ കണ്ടുപിടുത്തമാണെന്ന്. ഇന്ന് സ്റ്റീൽ കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിലും വാൾട്ടർ ഹണ്ട് അന്ന് ബ്രാസ് വയർ കൊണ്ടാണ് ഈ ഡിസൈൻ കണ്ടുപിടിച്ചത്. എന്നാൽ ഇപ്പോഴും ഏകദേശം അതേ ഷേപ്പിൽ തന്നെയാണ് സേഫ്റ്റി പിന്നുകൾ ഉണ്ടാക്കുന്നത്. ആ ബ്രാസ് ഡിസൈൻ അദ്ദേഹം എന്ത് ചെയ്തു? ഡയറക്റ്റായിട്ട് പേറ്റൻറ്റിന് അപ്ലൈ ചെയ്യാതെ ഒരു കമ്പനി, WR ഗ്രേസ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് വെറും $400 ആ ഡിസൈൻസ് എല്ലാം വിറ്റു. ആ $400 മാത്രമാണ് WR ഗ്രേസ് ആൻഡ് കമ്പനി ആ ഡിസൈൻസ് മേടിച്ചത്. എന്നിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴോ അവർക്ക് ഇഷ്ടം പോലെ ധാരാളം ലാഭം കിട്ടി. അതിൻ്റെ ഒരു ചെറിയ പങ്ക് പോലും വാൾട്ടർ ഹണ്ടിന് കിട്ടിയില്ല. ആ $400 $15 ഡ്രാഫ്റ്റ്സ്മാന് കൊടുക്കേണ്ട $15 കൊടുത്തിട്ട് ബാക്കി $385 അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ ആവശ്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ചിലവിന് അദ്ദേഹം ഉപയോഗിച്ചു. ഒരിക്കലും അദ്ദേഹം വിചാരിച്ച് കാണത്തില്ല ആ ചെറിയൊരു ഇൻവെൻഷൻ, അദ്ദേഹത്തിൻ്റെ $15 കടം തീർക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ആ ഇൻവെൻഷൻ ഇന്ന് ലോകത്ത് എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന ഒരു ഡെയിലി യൂസ് ഓബ്ജക്റ്റാണ്. വേറൊരു രസകര വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.